പ്രൈസ് ലോർഡ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം ദൈവമക്കളുമായി കർത്താവിന്റെ വചനം ഷെയർ ചെയ്യുവാൻ തക്കോണം കർത്താവോട് വരുത്തി കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് കർത്താവ് എന്നോട് ഇടപെട്ടൊരു പാട്ടിൽ കൂടെയാണ് കർത്താവ് എന്നോട് സംസാരിച്ചത്. ആ പാട്ടിങ്ങനെയാണ്: വഴിയൊരുക്കും അവൻ ആഴികളിൽ, വലങ്കൈ പിടിച്ചെന്നെ വഴി നടത്തും. വാതിലുകൾ പലതും അടഞ്ഞിടിലും, വല്ലവൻ പുതുവഴി തുറന്നിടുമേ. നിനക്കായി കരുതും അവൻ നല്ല ഓഹരി, കഷ്ടങ്ങളിൽ നല്ല തുണ യേശു, കണ്ണുനീരവൻ തുടയ്ക്കും എന്നുള്ള പാട്ട് എല്ലാവർക്കും, ഏകദേശം എല്ലാവർക്കൊക്കെയും അറിയാവുന്ന ഒരു പഴയ ക്രിസ്തീയ ഭക്തി ഗാനമാണിത്. കർത്താവ് എന്നോട് ഈ ഒരു പാട്ടിൽ കൂടെയാണ് സംസാരിച്ചത്. അത് ദൈവമക്കളുമായി ഷെയർ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഇതിനകത്ത് പറയുന്നത് വഴിയൊരുക്കും അവൻ ആഴികളിലും, ആഴങ്ങളിൽ കൂടെ വഴിയൊരുക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. അതുമാത്രമല്ല, വലങ്കൈ പിടിച്ച് നമ്മളെ ആഴങ്ങളിൽ കൂടെ വഴി നടത്തുന്നൊരു ദൈവം. അതുപോലെ എത്ര നമ്മൾ ഭാരപ്പെട്ട് നിൽക്കുന്ന, പ്രയാസപ്പെട്ട് നിൽക്കുന്ന വേളയിൽ നമുക്ക് മുമ്പിലുള്ള പല വാതിലുകളും അടഞ്ഞേക്കാം. ശൂന്യതയിലേക്ക് നോക്കി നിൽക്കുന്ന ചില അവസരങ്ങളുണ്ടാവാം. നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ തുറന്നു കിടന്ന പല വാതിലുകളും അടഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് കാണാം. മുൻപോട്ട് എങ്ങനെ സ്റ്റെപ്പ് എടുത്തു വെക്കണമെന്നറിയാതെ എല്ലാ വാതിലുകളും ക്ലോസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു അനുഭവം. പക്ഷെ കർത്താവ് അവിടെ പറയുക, എത്ര നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന വാതിലുകൾ എല്ലാം അടഞ്ഞാലും കർത്താവ് എന്താ ഒരു പുതുവഴി തുറക്കുമെന്ന് ആ പാട്ടിൽ കൂടെ ഇടപെടുന്നത് അല്ലെ. നമ്മുടെ മുമ്പിൽ എത്രമാത്രം ക്ലോസ്ഡ് ആയിട്ടിരിക്കുന്ന വാതിലുകളുണ്ടോ അത് കണ്ട് ഭാരപ്പെടണ്ട. ഇന്ന് പകൽക്കാലം കർത്താവ് എന്നോട് സംസാരിച്ച് എന്നെ ബലപ്പെടുത്തിയൊരു ഭാഗമാണത്. ദൈവമക്കളെ, ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണ്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങളോട് കർത്താവ് സംസാരിക്കുകയാണ്. നിങ്ങളുടെ മുമ്പിൽ തുറന്നിരുന്ന പല വാതിലുകളും അടഞ്ഞേക്കാം. നിങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരുന്ന പല വഴികളും അടഞ്ഞു പോയേക്കാം. പക്ഷേ കർത്താവ് ഇന്ന് പകൽക്കാലം പറയുന്നു, ഏതൊക്കെ വാതിലുകൾ അടഞ്ഞു പോയാലും നിനക്ക് വേണ്ടി ഞാൻ പുതിയൊരു വഴി തുറക്കും. പുതിയൊരു വഴി, അത് ശ്രേഷ്ഠകരമായൊരു വഴിയായിരിക്കും. അബ്രഹാം പിതാവ് ഇസഹാക്കിനെയും കൊണ്ട് യാഗം കഴിക്കാൻ മോറിയ മലയിലേക്ക് പോകുന്നൊരു ഭാഗമുണ്ട്. അതിനകത്ത് പറയുന്ന തന്റെ ഏകജാതനായ, ഉൽപ്പത്തി പുസ്തകം 22:1 പറയുന്നു, തന്റെ ഏകജാതനായ പുത്രനെ യാഗം കഴിക്കുവാൻ കർത്താവ് ചോദിക്കുകയാണ്. അവിടെ ഒരു മടിയും കൂടാതെ അബ്രഹാം വാഗ്ദത്തം ചെയ്ത ദൈവത്തിങ്കൽ വിശ്വസിച്ചു. വാഗ്ദത്തം പറഞ്ഞ ദൈവം കൊടുത്തൊരു വാഗ്ദത്ത തലമുറയാണ് ഇസഹാക്ക്. അബ്രഹാമിന് നല്ല വിശ്വാസമായിരുന്നു. കാരണം വിളിച്ചിറക്കിയ നാൾ തൊട്ട് അന്ത്യം വരെയും നടത്തുവാൻ ശക്തനാണെന്ന് അബ്രഹാം ഉറപ്പോടെ വിശ്വസിച്ചു. വാഗ്ദത്തം കൊടുത്തതൊന്നും അത് പ്രാപിക്കാതിരുന്നിട്ടില്ല. അബ്രഹാം അവിടെയും മടി കാണിച്ചില്ല. ഏകജാതനായ പുത്രനെ ചോദിച്ചപ്പോൾ, യാഗം കഴിക്കാൻ ചോദിച്ചപ്പോൾ കൊടുത്തു. യാഗം കഴിക്കാനായിട്ട് ഇസഹാക്കിനെ കൊണ്ട് മോറിയ മല പോകുമ്പോൾ അതിന് 22-ാം വാക്യത്തിലെ 7-ലും 8-ലും കാണിക്കുന്നൊരു ഭാഗമുണ്ട്, വായിക്കുന്നൊരു ഭാഗമുണ്ട്. ഇസഹാക്ക് ചോദിക്കുക, എല്ലാ പ്രാവശ്യവും യാഗത്തിന് പോകുമ്പോൾ അപ്പന്റെ കയ്യിൽ യാഗമൃഗമുണ്ട്, പക്ഷെ ഈ പ്രാവശ്യം യാഗമൃഗമില്ല അല്ലെ. പഴയ നിയമ കാലഘട്ടത്തിൽ യാഗം അർപ്പിക്കുന്ന അല്ലെ പാപപരിഹാരത്തിനായും അല്ലെ പല വിധത്തിൽ യാഗം കഴിക്കുന്നതായൊരു ഭാഗമുണ്ട്. പക്ഷെ ഇപ്പോഴും പോകുമ്പോൾ അപ്പന്റെ കയ്യിൽ യാഗമൃഗമുണ്ട്, പക്ഷെ ഇപ്പോൾ അവിടെ യാഗമൃഗമില്ല. ഇസഹാക്കിന് അറിയത്തില്ല തന്നെയാണ് യാഗം കഴിക്കാൻ കൊണ്ടുപോകുന്നതെന്ന്. പക്ഷെ അവിടെ ഇസഹാക്ക് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, അപ്പ എന്താകുന്നു മകനെ എന്ന് ചോദിച്ചിട്ട് പറയും, തീയും വിറകുമുണ്ട്, എന്നാൽ ഹോമയാഗത്തിനുള്ള ആട്ടുംകുട്ടി എവിടെയെന്ന് ചോദിക്കുന്നു. പക്ഷെ അവിടെ 8-ാം വാക്യത്തിൽ വിശ്വാസത്തോടു കൂടിയ അബ്രഹാമിന്റെ ഒരു മറുപടി അവിടെ കാണുന്നത്, ദൈവം തനിക്ക് ഹോമയാഗത്തിനൊരു ആട്ടുംകുട്ടിയെ കരുതിക്കൊള്ളും മകനെ എന്ന് അബ്രഹാം പറഞ്ഞു. അങ്ങനെ എന്നിട്ട് ഒരുമിച്ച് ആ ഇരുവരും നടന്നു പോകുന്നൊരു ഭാഗമാണ് നമ്മൾ കാണുന്നത്. അവിടെ ഹോമയാഗത്തിന് ഒരാട്ടുംകുട്ടിയെ ദൈവം കരുതിക്കൊള്ളുമെന്ന് അബ്രഹാം മുന്നമേ പറയുകയാണ്. അബ്രഹാമിന്റെ വിശ്വാസം കണ്ടോ? അവിടെ ഒരു ആട്ടുംകുട്ടി അവന്റെ മുമ്പിലില്ല. അവനോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? അബ്രഹാം പിതാവിനോട് പറഞ്ഞിരിക്കുന്നത് ഇസഹാക്കിനെ യാഗം കഴിക്കാനാണ്. പക്ഷെ മകന്റെ ചോദ്യത്തിന് മുമ്പിൽ മറുപടി പറയുന്നത് വിശ്വാസത്തോടു കൂടിയുള്ള മറുപടിയാ. നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ അനവധി ഉണ്ടാകാം, വാതിലുകൾ പലതും അടഞ്ഞേക്കാം. പക്ഷെ കർത്താവ് പറയുകയാണ്, ഇന്ന് പകൽക്കാലം നമ്മളോട് ഇടപെട്ട് സംസാരിക്കുന്ന വചനം, ഹല്ലേലൂയ, അവിടെ അബ്രഹാം പറഞ്ഞതുപോലെ തന്നെ വിശ്വാസത്തോട് ഇന്ന് പകൽക്കാലം പറയുവാൻ കഴിയണോ? അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ദൈവം കരുതും അല്ലെ. നമ്മുടെ മുൻപിൽ കണ്ടിട്ടല്ല നമ്മൾ പറയുന്നത്, വിശ്വാസം. അതിന്ന് എന്നിലൂടെ ഈ വചനം കേൾക്കുന്ന ദൈവമക്കളെ, ഭാരപ്പെട്ടും പ്രയാസപ്പെട്ടും നിങ്ങളുടെ മുമ്പിൽ വഴി അടഞ്ഞു പോയെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ വചനത്തിനകത്തോട് ഉറപ്പ് തരികയാണ് അല്ലെ. അബ്രഹാമോടെ ഉറപ്പോടെ വിശ്വാസത്തോടൊരു വാക്ക് അവിടെ ഡിക്ലെയർ ചെയ്യുക. എന്താ? നമുക്ക് വേണ്ടി
വേണ്ടി എന്താ ഒരു ആട്ടുംകുട്ടിയെ ദൈവം കരുതുമെന്ന്. അങ്ങനെ സംഭവിച്ചില്ല ദൈവമക്കളെ. അതിന്റെ അവസാന ഭാഗങ്ങളിൽ വായിക്കുമ്പോൾ അതിന്റെ 13-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അബ്രഹാം തല പൊക്കി നോക്കിയപ്പോൾ പിമ്പുറത്തൊരാട്ടുകൊറ്റൻ കൊമ്പ് കാട്ടിൽ പിടിവിട്ട് കിടക്കുന്നത് കണ്ടു. അബ്രഹാം ചെന്ന് ആട്ടുകൊറ്റനെ പിടിച്ച് തന്റെ മകന് പകരം ഹോമയാഗം കഴിച്ചു. അല്ലേ, അവിടെ കണ്ടോ പറഞ്ഞ വാക്ക് അല്ലെ, അതുപോലെ വിശ്വാസത്തോടെ ഡിക്ലെയർ ചെയ്ത് വിട്ടൊരു വാക്കാ, അതുപോലെ സംഭവിച്ചു. നാളുകളിൽ നമ്മുടെ മുമ്പിൽ സാഹചര്യങ്ങൾ ഒന്നുമില്ല, നെഗറ്റീവാ, നമ്മുടെ മുമ്പിൽ കാണുന്ന നെഗറ്റീവായിട്ടുള്ള മേഖലകളാ മൊത്തം. പക്ഷേ നമ്മുടെ ഹൃദയത്തിനകത്ത് പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ വരണം. പോസിറ്റീവായിട്ട് ഈ വചനം നമ്മുടെ ഉള്ളിൽ കയറിയിട്ട് നമ്മൾ പറയാൻ തക്കവണ്ണം കഴിയണം. എനിക്ക് വേണ്ടി എൻ്റെ കർത്താവ് കരുത്. മുൻപിൽ വഴി ഉണ്ടായിട്ടില്ല, വഴി കണ്ടിട്ടല്ല നമ്മൾ വിശ്വസിക്കേണ്ടത്. വഴിയില്ലാത്തപ്പോഴും നമ്മൾ പൂർണ്ണമായ ദൈവത്തെങ്കിൽ വിശ്വസിച്ച് പറയണം, എനിക്ക് വേണ്ടി എൻ്റെ ദൈവം കരുതും. അല്ലെ, അബ്രഹാം അവിടെ വിശ്വാസത്തോടെ ഡിക്ലെയർ ചെയ്തു. അതങ്ങനെ തന്നെ സംഭവിച്ചു. അവിടെ എന്താ സംഭവിച്ചു? അവിടെ 12-ാം വാക്യത്തിൽ പറയുന്നു, 11-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അല്ലെ, ഇസഹാക്കിനെ യാഗത്തിന് വേണ്ടി അല്ലെ അവിടെ കിടത്തി. ആ സമയങ്ങളിലൊന്നും ദൈവപ്രവൃത്തി വെളിപ്പെട്ടില്ല, ദൈവശബ്ദം കേട്ടില്ല. അല്ലെ, അബ്രഹാം എന്നിട്ടും വിശ്വാസത്തോടെ അല്ലെ യാഗപീഠം ഒരുക്കിയിട്ട് തന്റെ മകനെ കയറ്റി കിടത്തി. അല്ലെ, കയറ്റി കിടത്തിയതിനു ശേഷം അതിനുശേഷം പിന്നെ 10-ാം വാക്യത്തിൽ പറയുന്നു, പിന്നെ അബ്രഹാം കൈ നീട്ടി തന്റെ മകനെ അറുക്കേണ്ടതിന് കത്തിയെടുത്തു എന്ന് പറയുന്നു. ആ കത്തിയെടുത്ത ഭാഗത്തിലാണ് കത്തിയെടുത്തതും ആ ഒരു ടൈം ഡ്യൂറേഷനകത്ത് തന്നെ ദൈവത്തിന്റെ ശബ്ദം അവിടെ കേൾക്കുവാൻ തക്കനിടയായി തീർന്നു. അബ്രഹാമേ അബ്രഹാമേ എന്ന് വിളിച്ചു. അപ്പോൾ അബ്രഹാം പറഞ്ഞു, ഞാൻ ഇതാ എന്ന് പറഞ്ഞു. ബാലന്റെ മേൽ കൈവെക്കരുത്. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. അവിടെ ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെടുകയല്ലേ, ബാലന്റെ മേൽ കൈവെക്കരുത്, അവനോട് ഒന്നും ചെയ്യരുത്. എന്നിട്ട് അടുത്ത ഭാഗത്തിനകത്ത് അല്ലെ ദൈവപ്രവൃത്തി വെളിപ്പെടാനുള്ള കാരണവും കൂടെ വെളിപ്പെടുത്തിയിരിക്കുക. നിന്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കായ്ക കൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. അല്ലെ, ഏകജാതനായ ഒരു പുത്രനല്ലേ, വാഗ്ദത്തം കിട്ടിയൊരു സന്തതിയാ, എന്നിട്ടും അതിനെ കൊടുക്കാൻ മടി കാണിക്കായ്ക കൊണ്ട് അല്ലെ അവിടെയാണ് ദൈവത്തിന്റെ പ്രസാദം വെളിപ്പെട്ടത്. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ അല്ലെ വളരെ പരീക്ഷണ ഘട്ടങ്ങളിൽ കൂടെ കടന്നു പോകേണ്ട അവസ്ഥകൾ വരും. നമ്മൾ എങ്ങനെ മുൻപോട്ട് പോകുമെന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കും. പക്ഷേ ദൈവ പൈതലെ, ഇന്ന് നീ കടന്നു പോകുന്ന സാഹചര്യത്തിനകത്ത് ദൈവം എനിക്ക് വേണ്ടി കരുതും. വിശ്വാസത്തിന്റെ പരിശോധനയുടെ ഘട്ടത്തിലോ അല്ലെ വിശ്വാസത്തിന്റെ പരീക്ഷണ ഘട്ടങ്ങളിൽ ഉറപ്പോടെ നിൽക്കാൻ കഴിയണം. അല്ലെ, ദൈവഭക്തനായിരിക്കുന്ന അല്ലെങ്കിൽ ഒരു ദൈവ പൈതലായിരിക്കുന്ന നമ്മൾക്ക് ഓരോരുത്തർക്കും അങ്ങനെ ഒരു വിശ്വാസത്തിന്റെ ആഴം വരണം. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് ഈ വചനം കേൾക്കുന്ന ദൈവമക്കളോട് കർത്താവ് വീണ്ടും സംസാരിക്കുകയാണ്. അല്ലെ, നിനക്ക് വേണ്ടിയുള്ള കരുതൽ കർത്താവ് നിന്റെ അടുത്ത് തന്നെ കരുതിയിട്ടുണ്ട്. അല്ലെ, നിനക്ക് വേണ്ടിയുള്ള കരുതൽ ദിവസങ്ങളിൽ വെളിപ്പെടും. ഒന്നേ ഉള്ളൂ, അല്ലെ, വിശ്വസിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക. വിളിച്ചിറക്കിയ ദൈവം വിശ്വസ്തനാണ്. വാഗ്ദത്തം തന്ന ദൈവം വിശ്വസ്തനാണ്, വാക്കുമാറുന്ന ദൈവമല്ല. നമ്മൾ ദൈവത്തെ സേവിക്കുന്ന നമ്മുടെ അപ്പൻ എന്താ വാക്കുമാറാൻ അല്ലെ, ഫോഷ്ക്ക് പറയാൻ എന്താ മനുഷ്യനല്ല. അല്ലെ, വാഗ്ദത്തം പറഞ്ഞാൽ വിശ്വസ്തനായ ഒരു കർത്താവിനെയാണ് നമ്മൾ സേവിക്കുന്നത്. ആ വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിവർത്തിക്കുക തന്നെ ചെയ്യും. അല്ലെ, പാട്ടുകാരൻ പറയുന്നത് പോലെ തന്നെ വഴിയൊരുക്കും അവൻ ആഴികളിൽ. അല്ലെ, ആഴങ്ങളിൽ നിന്ന് വഴിയൊരുക്കുന്നത്. അല്ലെ, ആഴങ്ങളിൽ നിന്ന് ശ്രേഷ്ഠകരമായ വഴി നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ദിവസങ്ങളിൽ ഒരുക്കും. പാട്ടുകാരൻ പറയുന്നത് പോലെ നമുക്കൊന്നും ചേർന്ന് പാടാം. അല്ലെ, വഴിയൊരുക്കും അവനാഴികളിൽ വലങ്കൈ പിടിച്ചെന്നെ വഴി നടത്തും. വാതിലുകൾ പലതും അടഞ്ഞിടിലും വല്ലഭൻ പുതുവഴി തുറന്നിടുമേ. വാതിലുകൾ പലതും അടഞ്ഞിടിലും വല്ലഭൻ പുതുവഴി തുറന്നിടുമേ. നിനക്കായി കരുതും അവൻ നല്ല ഓഹരി. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. മക്കളെ, പ്രത്യാശയോടെ ഇന്ന് പകൽക്കാലമായിരിക്കാം നിങ്ങൾക്ക് വേണ്ടി വഴി തുറക്കും. വിശ്വസ്തനായ ദൈവം, വാഗ്ദത്തം പറഞ്ഞ ദൈവം ആഴങ്ങളിൽ നിന്ന് ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് വേണ്ടി വഴി തുറക്കും. കർത്താവ് ഈ വചനങ്ങളാൽ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. യഹോവ ഈരേ. ആമേൻ. സ്തോത്രം.